സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7th-ലെ 9ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്ലാസ്റ്റിക് പോലുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം കത്തിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ശ്വസിക്കുന്നത് മൂലം നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം വളരെ കൂടുതലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ്, അതായത് ഇന്ധനങ്ങളും അതേപോലെ തന്നെ വായു മലിനീകരണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് പല ടൈപ്പ് അടുപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ, കുക്കിംഗ് സ്റ്റൗവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റൗവിൽ കൊടുത്തിട്ടുണ്ട് ഫയർവുഡ് സ്റ്റൗ. ഫയർവുഡ് സ്റ്റൗവിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഫയർവുഡ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? വിറകടുപ്പ് അല്ലേ. വിറകടുപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലാണ് എന്ത്? ഫയർവുഡ് അല്ലേ, വിറകാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആണ് കെരോസിൻ സ്റ്റൗ. കെരോസിൻ സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണെണ്ണ സ്റ്റൗ. മണ്ണെണ്ണ സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാ? കെരോസിൻ ആണ്. നെക്സ്റ്റ് ഗ്യാസ് സ്റ്റൗ. ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്നത് LPG ഓർ നാച്ചുറൽ ഗ്യാസ് അല്ലേ. When fuels like wood, kerosene and cooking gas are burned, various chemical substances are released. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ റിലീസ് ചെയ്യുന്നുണ്ടെന്ന്, അതായത് പുറത്തേക്ക് വിടുന്നുണ്ടെന്ന്. The chemical substances released are mainly carbon dioxide, carbon monoxide, nitrogen dioxide, particulate matter, etc. അപ്പോൾ ഇനി പറയുന്നത് ഏതൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് പുറത്തേക്ക് വിടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പിന്നെ അതുപോലെ തന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, അതാണ് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ വിറകായാലും മണ്ണെണ്ണ ആയാലും ഗ്യാസൊക്കെ ആയാലും കത്തുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന്. What measures should be taken to control air pollution in the kitchen due to the burning of കുക്കിംഗ് ഫ്യൂവൽസ്? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാചക ഇന്ധനങ്ങൾ, അതായത് ഈ ഫ്യൂവൽസ് കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനീസ്, അതായത് എന്താ? ചിമ്മിനികളെല്ലാം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ വെന്റിലേഷൻ. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം റെഗുലർ മെയിൻ്റനൻസ് ഓഫ് സ്റ്റൗ. അടുത്തത് യൂസ് ഇലക്ട്രിക് സ്റ്റൗസ് ഇൻസ്റ്റെഡ് ഓഫ് ഫയർവുഡ് സ്റ്റൗസ്, അതായത് വിറകടുപ്പിന് പകരം നമുക്ക് ഇലക്ട്രിക് സ്റ്റൗകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റൗവുകൾ യഥാക്രമം നമ്മൾ എന്താ ചെയ്യുക? മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോവാം. As in the kitchen, don't we use different types of fuels in our vehicles? അപ്പോൾ നമ്മൾ ഇത്ര നേരം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ വാഹനങ്ങളിലും നമ്മൾ പലതരത്തിലുള്ള ഫ്യൂവൽസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വാഹനങ്ങളിൽ ഏതൊക്കെ ഫ്യൂവൽസാണോ ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെയാണ്? പെട്രോള്, ഡീസല്, CNG ആൻഡ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. വാഹനങ്ങളും വായുമലിനീകരണവും. When automobiles engines are operated using fuels like petrol and diesel, sulfur dioxide, nitrogen dioxide, carbon monoxide and particulate matters are released. അപ്പോൾ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫ്യൂവൽസ് ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട് എന്ന്. മിക്സിംഗ് ഓഫ് ദീസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ഓൾസോ കോസസ് എയർ പൊല്യൂഷൻ. ഇവ വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് ഇടയാകുന്നു. വെഹിക്കിൾ ഇൻഫ്ലേഷൻ ഇൻ കേരള, അതായത് വാഹനങ്ങളുടെ പെരുപ്പം. വാഹനങ്ങൾ ഓരോ വർഷം തോറും കേരളത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ 2013 മുതൽ 2023 വരെ ഉണ്ടായ വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവാണ് കാണിച്ചിരിക്കുന്നത്. അതിന് താഴെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. വാട്ട് വാസ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ 2030? 2013 വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു എന്ന്. ഇവിടെ ഞാൻ എക്സ് എന്ന് പറഞ്ഞ മാർക്ക് ചെയ്ത ഭാഗത്താണ് വർഷം കൊടുത്തിരിക്കുന്നത്, വൈ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്പർ ഓഫ് വെഹിക്കിൾസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2013 നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ 80 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. വാട്ട് വാസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ 2023? ഇനി 2023 വാഹനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന്. അവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 1,63,00,000.
അപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 1,63,00,000 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഫ്രം 2013 ടു 2023? 2013 നിന്ന് 2023 ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്തു മാറ്റമാണ് വന്നതെന്ന്. എന്തു മാറ്റം ഉണ്ടായത്? വാഹനങ്ങൾ കൂടിയില്ലേ? എത്ര എണ്ണം കൂടിയിട്ടുണ്ടാവും? 83 ലക്ഷം വാഹനങ്ങൾ കൂടിയിട്ടുണ്ടാവും. അതായത് 2023 വാഹനങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2013 വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 83 ലക്ഷമായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് ഉപയോഗിക്കേണ്ട ഫ്യൂവൽസിൻ്റെ അളവും കൂടും അല്ലേ? അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയെ ദോഷകരമായിട്ടൊക്കെ ബാധിക്കും. ഇപ്പോൾ ഒരു കുറേ പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വണ്ടിയിൽ ചിലപ്പോൾ ഒരാളൊക്കെ ആയിരിക്കും എവിടേക്കെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നത് അല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് എഴുതാം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് വായിക്കാം. ഹൗ ഡസ് ദ യൂസ് ഓഫ് വെഹിക്കിൾസ് ലൈക്ക് ബൈസിക്കിൾ ബെനിഫിറ്റ് ദ എൻവിയോൺമെൻറ്റ്? നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. ബൈസിക്കിൾസ് ആർ ഗ്രേറ്റ് ബിക്കോസ് ദേ ഡോണ്ട് യൂസ് ഫ്യൂവൽ, സോ ദേ ഡോണ്ട് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ ഹാംഫുൾ ഗ്യാസസ്. അപ്പോൾ സൈക്കിളുകൾ ഉപയോഗിക്കുന്നത് വളരെ മികച്ചതാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിന് ഫ്യൂവലൊന്നും വേണ്ട അല്ലേ, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള ഒരു ഗ്യാസും അത് പുറപ്പെടുവിക്കുന്നില്ല. ദാറ്റ് ടേക്സ് ലെസ് സ്പേസ് ഹെൽപ്പിംഗ് റെഡ്യൂസ് ട്രാഫിക് ആൻഡ് പൊല്യൂഷൻ. ഇനി അതുപോലെ തന്നെ അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണമെങ്കിലോ അധികം സ്പേസ് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ട്രാഫിക്കോ അതുപോലെ തന്നെ അതിൽ നിന്ന് പൊല്യൂഷനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ബൈസിക്കിൾസ് റൺ ഓൺ ഹ്യൂമൻ എനർജി സേവിങ് ഫ്യൂവൽ ആൻഡ് ലോവറിങ് നോയ്സ് ഇൻ സിറ്റീസ്. ബൈസിക്കിള് സാധാരണ അങ്ങനെയാണ് മനുഷ്യൻ്റെ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഫ്യൂവൽ സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിറ്റീസിലൊന്നും നോയ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല, അതേ ഭയങ്കര ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല അല്ലേ സൈക്കിളൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടും ബെനിഫിറ്റാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്മോക്ക് ടെസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം എന്തിൻ്റെയാ? വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ. അവിടെ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത്? വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അടുത്ത പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ്. അതായത് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പുക പരിശോധന നടത്തുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? പുക പരിശോധന നടത്തുന്നത് വാഹനങ്ങളുടെ പുകയിൽ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ബൈ സ്മോക്ക് ടെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ വെഹിക്കിൾ എമിഷൻ കണ്ടക്ഷൻ മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഡ്യൂ ടു എൻജിൻ ഫെയിലിയർ, ഏജ് ഓഫ് വെഹിക്കിൾ ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ. പിന്നെ അതുകൂടാതെ എൻജിൻ്റെ തകരാറ്, അതുപോലെ തന്നെ കാലപ്പഴക്കം, പിന്നെ ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇപ്പോൾ മനസ്സിലായോ പറഞ്ഞത്? പിശുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലോ ജാമ്പവാൻ്റെ കാലത്തുള്ള വണ്ടിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ കാശ് കളയാൻ മടിച്ചിട്ട് അവർ കറക്റ്റ് സമയത്ത് സർവീസൊന്നും നടത്തില്ല. അപ്പോൾ എഞ്ചിനിൽ തകരാറൊക്കെ വരും. അപ്പോൾ ഇതുമൂലം എന്ത് സംഭവിക്കും? ഈ രാസവസ്തുക്കളുടെ അളവിൽ കൂടുതൽ വർധനവ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പുക പരിശോധന നടത്തുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ. ഹാവ് യു സീൻ വെഹിക്കിൾസ് ഹാവിങ് ഗ്രീൻ നെയിം പ്ലേറ്റ് വിത്ത് EV പ്രിൻറ്റഡ് ഓൺ ദം? അതായത് പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ചിട്ട് അതിൽ EV എന്നെഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്? EV എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് കേട്ടോ. They do not emit carbon or smoke like petrol, diesel vehicles. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല എന്ന്. ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ എ സൊല്യൂഷൻ ഫോർ എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ വെഹിക്കിൾസ്. മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മൂലം വായുമലിനീകരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വായുമലിനീകരണത്തിന് ഒരു പരിഹാരമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So far, we have discussed air pollution caused by burning fuels and other substances.
Apart from this, what are the other ways by which air gets polluted? ഇനി ഇവിടെ പറയുന്നത് ഇന്ധനങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായു മലിനീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അത് കൂടാതെ മറ്റ് ഏതെല്ലാം രീതിയിൽ വായു മലിനമാകുന്നുണ്ട് എന്ന് നോക്കിയാലോ നമുക്കതിൻ്റെ ആൻസർ. അനലൈസ് ദ പൈ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ എയർ പൊല്യൂഷൻ ഒക്കേഴ്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് ഇവിടെ തന്നിരിക്കുന്ന പൈ ഡയഗ്രാം നോക്കിയിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ നീല നിറത്തിൽ കാണുന്നതാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസും പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അതായത് പൊടിപടലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അതുമൂലം 45% എന്ത് സംഭവിക്കുന്നുണ്ട്? എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബേണിംഗ് വേസ്റ്റ്. ആ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് ബേണിംഗ് വേസ്റ്റ്, അത് 17%. ഇനി അടുത്തത് ഓട്ടോമൊബൈൽസ്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി 14%. ഇനി ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുന്നതാണ് എന്ത് ആ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത്, അത് എത്രയുണ്ട്? 9%. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രീസ്, അതായത് വ്യവസായശാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ളത് 8%. നെക്സ്റ്റ് ആണ് ഹോം കുക്കിംഗ്, നമ്മുടെ വീടുകളിൽ പാചകം ചെയ്യുന്നത് വഴി ഒരു 7% എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്ന ഇതിലാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ ഒരു 45%, പിന്നെ അതുപോലെ തന്നെ ഹോം കുക്കിങ്ങിൽ 7% ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കണ്ടക്ട് എ സെമിനാർ ഇൻ യുവർ ക്ലാസ് ഓൺ എയർ പൊല്യൂഷൻ, ഇറ്റ്സ് കോസസ് ആൻഡ് റെമഡീസ്. അതായത് എയർ പൊല്യൂഷൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്യുന്നു, ഇനി അതിൻ്റെ റെമഡീസ്, അതായത് പരിഹാരങ്ങൾ, ആ റെമഡീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം അല്ലേ. ഇനി അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ 2-3 പോയിന്റ്സ് ഒക്കെ തരാം, അതൊന്ന് പഠിച്ചു വെച്ചോട്ടോ. അപ്പോൾ നമുക്ക് എയർ പൊല്യൂഷനുള്ള പരിഹാരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വി ക്യാൻ റെഡ്യൂസ് എയർ പൊല്യൂഷൻ ബൈ യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് യൂസിങ് ഇലക്ട്രിക് വെഹിക്കിൾസ്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുമൂലം നമുക്ക് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. പ്ലാന്റിംഗ് മോർ ട്രീസ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി ആൻഡ് ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ മരങ്ങൾ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വായു കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ് ആൻഡ് ഹൈഡ്രോ പവർ ഈസ് ഓൾസോ നീഡഡ്. നമ്മൾ വേസ്റ്റുകളെല്ലാം ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാം. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊന്നും കത്തിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വായു മലിനീകരണം കുറയ്ക്കാം. അതുപോലെ തന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ്, റിന്യൂവബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ എനർജീസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജലവൈദ്യുത നിലയങ്ങൾ, അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോളാർ എനർജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും നമുക്കത് ഉണ്ടാക്കി ഉപയോഗിക്കാം. പെട്രോളോ ഡീസലോ ഒരിക്കൽ ഭൂമിയിൽ നിന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതായത് വളരെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണടിയിൽ പെട്ടുപോയിട്ടുള്ള സസ്യങ്ങളുടെ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ പെട്രോൾ ഡീസലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അവ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വീണ്ടും ഉണ്ടാക്കാമെന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.